ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാലൂസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പ്രൊഡക്റ്റും ഒരു ബ്രാൻഡുമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ബ്രാൻഡാണ്. നിങ്ങളിൽ പലരും യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ബ്രാൻഡായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഗൈസ്. എന്താണ്, ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ സൺസ്ക്രീൻ, ഒരു ബ്രാൻഡിൻ്റെ തന്നെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, അങ്ങനെ എല്ലാം ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ്. നമുക്ക് അത്ര ഓഫർ പ്രൈസിൽ സംഭവം കിട്ടുകയും ചെയ്യും. സോ അങ്ങനെ ഒരിടയ്ക്ക് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു ബ്രാൻഡായിരുന്നു ഗൈസ്, ഫ്ലിക്സിൻ്റെത്. ഇപ്പോഴും ഇത് അത്യാവശ്യം നല്ലപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അത്യാവശ്യം നല്ലപോലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണ്. ഇത് ആരും കേൾക്കാത്തതായിട്ട് ഉണ്ടാവില്ല, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈറ്റിൻ്റെ ഭയങ്കര വെട്ടടിക്കുന്നുണ്ട്. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറയാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ ഫ്ലിക്സിൽ ഒരുപാട് പ്രൊഡക്റ്റ് മേടിച്ചു കേട്ടോ. സത്യം പറഞ്ഞത് ഇത്രത്തോളം പ്രൊഡക്റ്റ് ഞാൻ ഫ്ലിക്സിൻ്റെ മേടിച്ചു. ഞാൻ ഇത് റിവ്യൂ പറയാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്ട്സ് ആയിരുന്നു. കാരണം എന്തെങ്കിലും ഒരിക്കൽ ഒരു ചാനൽ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരം, ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടുമ്പോൾ അന്ന് ഇതെടുത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റാണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 ഇയറിന് മേലെ, അതിന് മുന്നേ ഞാൻ മേടിച്ച പ്രൊഡക്റ്റാണ് കേട്ടോ ഫ്ലിക്സിൻ്റെത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫ്ലിക്സിൻ്റെ 2 ക്ലെൻസറാണ്. ഇത് രണ്ടും ഫ്ലിക്സിൻ്റെ ക്ലെൻസറാണ്. ഒന്ന് ചെറുത് വന്നതാണ്, ഇതെനിക്ക് ഫ്രീ ആയിട്ടത് കിട്ടിയതാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എയർ കയറിയിരിക്കുന്നതാണ്, കണ്ടോ, ഇതിലില്ല, പ്രൊഡക്റ്റ് ഇല്ല. ഇതിൻ്റെ കവർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്ര നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടുള്ള സംഭവമാണെന്നുള്ളത് കേട്ടോ. കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലപോലെ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ എൻ്റെ ഫേസിലെ പിമ്പിൾസിനെ വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫ്ലിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ല, എല്ലാ പ്രൊഡക്റ്റും ഫ്ലിക്സിൻ്റെ തന്നെ, അതായത് ഈ ഗുവയുടെ ഫ്ലിക്സിൻ്റെ തന്നെ എല്ലാ പ്രൊഡക്റ്റും ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഏതിനാണ് എനിക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഫ്ലിക്സിൻ്റെ പ്രൊഡക്റ്റ് മേടിച്ച് പണി കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഞാൻ എൻ്റെ ഫോട്ടോ സഹിതം, വെറുതെ പറയല്ല, വെറുതെ എനിക്കൊരു ബ്രാൻഡിനെ വന്ന് പറയാനോ ഒരു ബ്രാൻഡിനെ കുറിച്ച് കുറ്റം പറയാനോ അതുകൊണ്ട് എനിക്ക് ഒരു ഉപകാരമില്ല. സോ ഞാനിവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം. എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ തപ്പി പിടിച്ചെടുത്തിട്ടായാലും ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ. അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് കുഴപ്പമില്ല, ഓക്കെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇതിൻ്റെ ക്ലെൻസർ എന്ന് പറയുന്നത്, ഇതിനെപ്പറ്റി എനിക്ക് അത്ര വലിയ കുറ്റം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് വന്നിട്ട് മോയ്സ്ചറൈസർ സത്യമാണെന്ന് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ തെളിവ് എനിക്ക് തരാനില്ല ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്കും യൂസ് ചെയ്തിട്ട് എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ, കാരണം ഇതൊക്കെ പൊടിഞ്ഞു പോയി. കാരണം ഞാൻ 1 വർഷത്തോളം സൂക്ഷിച്ച് വെച്ചിരുന്നു ഈ സംഭവം. നിങ്ങൾക്ക് ഇത് കണ്ടറിയാം, ഇതിൽ ഇത്രത്തോളം ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി, ഇതിൽ ഞാൻ ഇത്രയേ ബാക്കി വെച്ചിട്ടുള്ളൂ, അത്രയും ഞാൻ യൂസ് ചെയ്തു. ഓക്കെ. ഇത് വന്നിട്ട് മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ 1 വർഷത്തിന് മേലെ ആയതുകൊണ്ട് എനിക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം റിവ്യൂ എന്തെങ്കിലും പറയണമെന്ന് വെച്ച് സൂക്ഷിച്ച് വെച്ചതുകൊണ്ടാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് മോയ്സ്ചറൈസർ എനിക്ക് വലിയ കുഴപ്പമൊന്നുമായിട്ട് തോന്നിയില്ല. നല്ല ഗുവയുടെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇത് മേടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ മെൽട്ടായി പോയിട്ടോ. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ. അപ്പം എനിക്ക് എന്താ പറയുക, മോയ്സ്ചറൈസറിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ലപോലെ മോയ്സ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റും കൂടെ ആയിരുന്നു ഫ്ലിക്സിൻ്റെ ഗുവയുടെ മോയ്സ്ചറൈസർ. ഇതിനെ ഈ കോലത്തിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതിൽ എനിക്ക് കുറച്ചൊരു ഇതുണ്ട്. പക്ഷേ ഇങ്ങനെ കാണിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല, ജെന്യുവനായിട്ട് വന്ന് പറയുന്നതാണ് എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് കാണിക്കാനുള്ളത്, ഇത് സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ സൺസ്ക്രീൻ്റെ യൂസേജ് എന്താണെന്ന് അറിയാതെ ഇവരുണ്ടാക്കിയൊരു പ്രൊഡക്റ്റ് ആണോ ഇത് എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൺസ്ക്രീൻ്റെ പർപ്പസ് എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല എന്നെനിക്ക് തോന്നി. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ടാൻ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ടാൻ അടിക്കുമായിരുന്നു കേട്ടോ. ഫേസൊക്കെ ഭയങ്കര ഡള്ളായി, ഭയങ്കര ഡാർക്ക് അടിച്ചു തുടങ്ങി. എനിക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസിന് ഇല്ലാതാക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ സൃഷ്ടിച്ചൊരു സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ. അത് ഞാൻ ഒരാൾക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഇനി ഒരാളും മേടിക്കരുത്. സത്യം പറഞ്ഞാൽ ഫ്ലിക്സിൻ്റെ നല്ല പ്രൊഡക്ട്സ് ഉണ്ടാവാം, നല്ല പ്രൊഡക്ട്സ് ഉണ്ടാവാം. പക്ഷേ ഇന്നും ഫ്ലിക്സിൻ്റെ പ്രൊഡക്ട്സ് മേടിച്ച് യൂസ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. ബിക്കോസ് ഞാൻ ഇത്രയും സാധനങ്ങൾ മേടിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഫേസ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഞാനിവിടെ ഫോട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. അപ്പോഴാണ് എൻ്റെ ഉള്ളിലെ വിഷമം എന്താണെന്നോ, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ 1 വർഷക്കാലം ഈ പ്രൊഡക്റ്റ് കളയാതെ സൂക്ഷിച്ച് വെച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി. ഇതിപ്പം ലൈറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തിരി ഇവിടെ പറ്റി പിടിപ്പിച്ചിരിക്കുന്നു എന്നല്ലാതെ ഇതിനകത്ത് പ്രൊഡക്റ്റ് ഇല്ല ഗൈസ്. ഇതൊക്കെ ഏറിയിരിക്കാനാണ് കേട്ടോ. ഇത് പുറത്തെടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ 1 ഇയറായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന സംഭവമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തെടുത്ത് കാണിക്കാത്തത്. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഫ്ലിക്സിൻ്റെ സിറം. ഇത് ഫ്ലിക്സിൻ്റെ ഗുവ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഈ സാധനവും യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഫേസ് കുരുക്കളായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് സങ്കടമുണ്ട്. നല്ല ക്ലിയർ സ്കിന്നായിരുന്നു എൻ്റെ സ്കിന്നിലേക്ക്. ഇത്രയും നല്ല പ്രൊഡക്റ്റ്. ഞാനാണെങ്കിൽ ഇത് നൈറ്റ് വന്ന് ഡെയിലി ഇതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉള്ളിലില്ല, കുറച്ചെന്തോ ഉള്ളൂ. കാരണം ഇത് മൊത്തം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് യൂസ് ചെയ്ത് കുറച്ചായപ്പോൾ ഇത്ര എന്തോ ഇതിനകത്തുള്ളൂ. സോ എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസ് നിറച്ച് കുരുക്കളായിരുന്നു.
പ്ലീസ് ആരും മേടിച്ച് യൂസ് ചെയ്യരുത്. ബാക്കിയുള്ള പ്രൊഡക്ട്സ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്ലീസ് പ്ലിക്സിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യരുത്. എല്ലാവരുടെ സ്കിന്നിലും എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒറ്റയടിക്ക് ആക്ഷേപിച്ച് കുറ്റം പറയാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്കിത് വർക്കായില്ല. എൻ്റെ സ്കിന്നിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി, നല്ലപോലെ സ്കിൻ ഡാമേജ് ആക്കി, ഭയങ്കര ഡാർക്കൻ അടുപ്പിച്ച് പണ്ടാറടക്കിയൊരു സാധനമായിരുന്നു കേട്ടോ ഇത്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ജാമുൻ ആക്നെ കറക്റ്റർ. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെക്ക് ഇൻസ്റ്റാ ഫീഡിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നൊരു പ്രൊഡക്റ്റായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ 450 രൂപയാണ് സർ. ഈ ഒരു ട്യൂബിന് 450 രൂപയാണ് കേസ്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും പൈസ മുടക്കി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫേസിലാകെ കുരുക്കളുണ്ട്. അപ്പോൾ ഓൾറെഡി ചെറിയ കുരുക്കൾ വന്ന പാടുണ്ട്. അപ്പോൾ ചെറിയ കുരുക്കളൊക്കെ വരുമ്പോൾ അതങ്ങ് പോകുമല്ലോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേച്ചിട്ട് രാത്രി കിടന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും കുരുവൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാവും. അത് എങ്ങനെ ഇല്ലാതാവുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് മായാജാലമായി പോകുന്നൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ, ഒരുപാട് ഇൻസ്റ്റയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ എടുത്ത ഒരു സംഭവമാണ്. ഇനി എൻ്റെ സ്കിന്നിൽ മാത്രമാണോ ഇങ്ങനെ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉള്ള ആളുകളാണെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നെ കാണുന്ന ആൾക്കാർക്ക് അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായിരുന്ന ജെന്യുവൻ റിവ്യൂ എന്ന് പറയുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ കുരു വരും, ഇത് യൂസ് ചെയ്യുമ്പോൾ കുരു പോകും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവർ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു. ഇത് വർക്ക് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് കുരു വന്നൊരു സ്പോട്ടിൽ ഞാൻ ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ഈ കുരു ഭയങ്കര ഡ്രൈ ആവും. ആ ഒരു ഏരിയ, ഞാനിത് തൂത്ത ഒരു ഏരിയ ഡ്രൈ ആവും. പിറ്റേന്ന് ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും തൂക്കും, വീണ്ടും കുറച്ചും കൂടി ഡ്രൈ ആവും. അപ്പോൾ എൻ്റെ ആ കുരുവിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു ലെയറുള്ള എൻ്റെ തൊലി അതിങ്ങനെ പൊളിഞ്ഞു പോരും. സോ നമുക്ക് മുറിവൊക്കെ പറ്റുമ്പോൾ പൊളിഞ്ഞു വരില്ലേ? സോ അതുപോലെ തന്നെ സെയിം തന്നെ നമുക്കിങ്ങനെ പൊളിഞ്ഞു പോരും. അങ്ങനെ എനിക്ക് ഇത് കുറച്ച് വർക്കായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലി പൊളിഞ്ഞു പോകും. അപ്പോൾ എൻ്റെ സ്കിൻ എത്ര ക്ലിയർ ആണെന്ന് നിങ്ങൾ നോക്ക്. കുരുക്കളില്ല എന്നല്ല പറയുന്നത്, കുരു വന്ന് പോയിട്ടുണ്ട്, കുരു വന്ന് പാടുണ്ട്. ഇതെനിക്ക് ഇവിടെ ഒരു മനുഷ്യ ശരീരമാകുമ്പോൾ കുരുക്കൾ വരും, സ്വാഭാവികമാണ് പിമ്പിൾസ് വരിക എന്നുള്ളത്. പക്ഷേ അതിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച പ്രൊഡക്റ്റിൽ നിന്നിട്ട് എനിക്ക് ഇതിന് മാത്രം കുരുക്കൾ വന്നത് ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു എന്നുള്ളതും എത്രത്തോളം അത് കളയാൻ വേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ളതും നിങ്ങളത് മനസ്സിലാക്കണോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേടിക്കരുത് ഗൈസ്. ഞാൻ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് പോലെ മേടിച്ച് യൂസ് ചെയ്യാം. ഈ ഒരു ട്യൂബിന് 450 രൂപയാണ് ഗൈസ്. 450. ഇതൊന്നും ഞാൻ ഇത്രത്തോളം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ. ഞാനത് മൊത്തം യൂസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ സ്കിന്ന് മൊത്തത്തിൽ ഡാമേജ് ആയി പോയേനെ എന്നുള്ള ഒറ്റ കാരണത്താൽ ഞാനിത് യൂസ് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും എനിക്ക് നിങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്ത് സൂക്ഷിച്ച് വെച്ചത്. ഇന്ന് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം മൊത്തം ഞാൻ എടുത്ത് കളയും കേട്ടോ. എൻ്റെ അത്രയും സ്പേസും കളഞ്ഞു, എൻ്റെ അത്രയും ടൈം കളഞ്ഞു, എൻ്റെ ഫേസ് കളഞ്ഞു. ഞാൻ അത്രയ്ക്കും ദേഷ്യം കാണിക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാൻഡിൻ്റെ വേറെ നല്ല പ്രൊഡക്ട്സുകൾ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കാം. ഷാമ്പു ആയാലും കണ്ടീഷണർ ആയാലും ഒരുപാട് പ്രൊഡക്ട്സ് ഇവർ ഇറക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ എനിക്ക് മേടിച്ച് യൂസ് ചെയ്യണം തോന്നാറുണ്ട്. പക്ഷേ ഇന്നും മനസ്സിൻ്റെ ഉള്ളിലൊരു പേടിയാണ്. ഇത് മേടിച്ച് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയില്ല. യൂസ് ചെയ്യണമെന്നുള്ളവർ സാമ്പിൾസ് കിട്ടുവാണെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. എൻ്റെ മാത്രം അഭിപ്രായമാണ്, എനിക്ക് മാത്രം ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരതിൽ കമൻറ്റ് ആയിട്ട് വന്ന് പറയുക, എന്നാലേ മറ്റുള്ളവർ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.